ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുള്ളത് നമ്മുടെ കൊടൈക്കനാൽ വിൻറ്റേജ് മ്യൂസിയത്തിലാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം 200 വർഷത്തിലധികം പഴക്കമുള്ള സാധനങ്ങളാണ്, വേൾഡ് വൈഡ് കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയത്. ഞാനാണെങ്കിലും ഉണ്ണിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇതെല്ലാം കണ്ടത് കേട്ടോ. ഇതെല്ലാം ടോയ്സ് ആണ്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന കിറ്റിൽസ്, ജഗ്സ്, പഴയ ചെരുപ്പുകൾ, ഹോർലിക്സ് 100 ഇയേഴ്സ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ ഹോർലിക്സ്. അതുപോലെ തന്നെ സോപ്പ്, പൗഡർ, പഴയ വണ്ടികൾ, അഡ്വർടൈസ്മെൻറ്റ്സ്, മേലെ കൊടുത്തേക്കുന്നതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് കേട്ടോ. ഇതും അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്, കാരണം പണ്ട് TV ഒന്നും ഇല്ലാത്ത കാരണം. പിന്നെ ഡോൾസ്, പഴയ പെട്ടികൾ, അതുപോലെ തന്നെ ടോയ്സ് ഒരുപാട് ഇരിക്കുന്നുണ്ട് അവിടെ പണ്ടത്തെ. ഇതെല്ലാം സെറാമിക് പാത്രങ്ങളാണെന്ന് തോന്നും, പക്ഷെ എല്ലാം സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ കുപ്പി കളക്ഷൻസ്, കോയിൻസ്, ഭരണി, ജഗ്, പഴയ ക്ലോക്ക്, പ്ലേറ്റുകൾ, പണ്ടത്തെ ടെലിഫോൺസ്, ലാമ്പ്, സ്റ്റാച്യു, സ്റ്റീൽ പാത്രങ്ങൾ, പിന്നെ പ്ലേറ്റുകൾ, അയൺ ബോക്സ്. ഇത് പണ്ടത്തെ വണ്ടികളാണ് കേട്ടോ ഇതെല്ലാം, ജീപ്പ്. പിന്നെ കറൻസി, വേൾഡ് വൈഡ് കളക്ഷൻസ് ആണ് കേട്ടോ കറൻസീസ്. പിന്നെ പണ്ടത്തെ DVD എല്ലാം തോന്നുന്നു, റേഡിയോ, ഡിസ്ക്, അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. TV, അതുപോലെ തന്നെ പണ്ടത്തെ സ്റ്റൗവ്, ഗ്രില്ലർ, ടോസ്റ്റർ, പിന്നെ ക്യാമറ, അതുപോലെ തന്നെ കൊക്കോക്കോളയുടെ പരസ്യം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇത് ഫുള്ള് ആഡാണ് കേട്ടോ അതിൻ്റെ. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ആഡ്, പിന്നെ പണ്ടത്തെ ബിസ്ക്കറ്റ്സ്, തയ്യൽ മെഷീൻ. പിന്നെ ഇതെല്ലാം പണ്ടത്തെ ഡ്രോയിങ്സ് ആണ് കേട്ടോ, മൈന്യൂട്ടായിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ പഴയ ഫ്രിഡ്ജ് കണ്ടു നമ്മൾ. പിന്നെ മാച്ച് സ്റ്റിക്കിൻ്റെ ബോക്സസ് കണ്ടു, ലാപ്ടോപ്പ്, TV, പിന്നെ ടൈപ്പ് റൈറ്റർ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ശരിക്കും പറയണമെങ്കിൽ ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെല്ലാവരും അതെ കൊടൈക്കനാൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് ഒന്ന് പോയിട്ട് കാണണം കേട്ടോ. കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 150 റുപ്പീസാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഒരാൾക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ്. കാരണം കൊടൈക്കനാൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, പാർക്കിങ്ങൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു വട്ടെങ്കിലും ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.